SDPI പിന്തുണ വേണ്ടെന്ന നേതൃത്വം പറയുമ്പോഴും വിഷയത്തിൽ മൃദു നിലപാട് സ്വീകരിച്ച UDF സ്ഥാനാർത്ഥികൾ SDPIയെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കാനും UDF നേതൃത്വം ജാഗ്രത പുലർത്തുന്നു. SDPIയുടെ പരസ്യ പിന്തുണ പ്രഖ്യാപനത്തിൽ വെട്ടിലായതോടെയാണ് UDF നേതൃത്വം ആ പിന്തുണ വേണ്ടെന്ന് പരസ്യമായി പറഞ്ഞത്. അങ്ങനെ നിലപാട് സ്വീകരിച്ചെങ്കിലും SDPI വോട്ടുകൾ തങ്ങൾക്ക് തന്നെ അനുകൂലമാകുമെന്നും UDF കണക്കുകൂട്ടുന്നു. അതിനാൽ കൂടുതൽ പ്രകോപന പ്രതികരണങ്ങളിലൂടെ SDPIയെ ചൊടിപ്പിക്കാൻ UDF നേതൃത്വം തയ്യാറാകില്ല. അക്കാര്യത്തിൽ സ്ഥാനാർത്ഥികളും പ്രത്യേക ജാഗ്രത പുലർത്തുന്നുണ്ട്. എല്ലാവർക്കും ഒരു മോഡി ഭയം ഉള്ളതുകൊണ്ട് പല സംഘടനകളും UDF പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ ആ പിന്തുണയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമില്ല. UDF എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷമല്ലേ, കാരണം UDF ഒരു കൂട്ടായ ചർച്ച നടത്തും. തൃശ്ശൂർ ലോകസഭയിലെ വോട്ടർ പട്ടികയിലുള്ള ആര് വോട്ട് തന്നാലും നോ എന്ന് പറയില്ല. ഭൂരിപക്ഷ വർഗീയതയെ പോലെ തന്നെ അപകടമാണ് ന്യൂനപക്ഷ വർഗീയത. ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ നേരിടുന്നത് ശരിയല്ല. അപ്പോഴും വർഗീയ കക്ഷി എന്ന UDF പരാമർശത്തിൽ SDPIക്ക് അമർഷമുണ്ട്. കൂടിയാലോചനയ്ക്ക് ശേഷം SDPI നേതൃത്വം അതിന് മറുപടി പറയുകയും ചെയ്യും. രാഷ്ട്രീയ സാഹചര്യം വിശദമായി പരിശോധിച്ച ശേഷം പ്രഖ്യാപിച്ച പിന്തുണയായതിനാൽ ആ തീരുമാനം പിൻവലിക്കേണ്ടതില്ലെന്നാണ് SDPIയുടെ വിലയിരുത്തൽ. അതേസമയം SDPIയുടെ പിന്തുണയും UDF അത് നിരസിക്കാനെടുത്ത കാലതാമസവും ഇടതുമുന്നണി പ്രചരണായുധമാക്കുന്നുണ്ട്. SDPIയുമായി ഞങ്ങൾ കൂട്ടുകൂടുന്നില്ല എന്ന് പറയുകയും അടുത്ത ശ്വാസത്തിൽ എല്ലാവരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന നില ഈ കേരളം മുഴുവൻ കണ്ടു. കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ അളവ് കുറക്കാനാണ് തീവ്രവാദ ശക്തികളുമായിട്ട് ഐക്യമുണ്ടാക്കുന്നത് എന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. SDPIയുടെ വോട്ട് വാങ്ങാമെങ്കിൽ പിന്നെ അവിടെ പിന്തുണ എന്ന് പറയുന്നതിലെന്താ പ്രശ്നം? വരും ദിവസങ്ങളിലും പ്രചരണരംഗത്ത് ഈ വിഷയം സജീവ ചർച്ചയായി തുടരുമെന്ന് ചുരുക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.